അല്ല, നമ്മൾ ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് പറയാൻ പോവുക എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ പണം ചെലവഴിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എല്ലാ പത്രങ്ങളിലും ചാനലുകളിലെല്ലാം ഫയലുകൾ ഉണ്ടാവുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദൂർത്ത് അവസാനിപ്പിക്കണം, ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എത്ര ഹെഡ്ലൈനുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നേരത്തെ എന്ത് പറഞ്ഞു അത് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം അത് ജനങ്ങളോട് പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മാധ്യമങ്ങളാണ് സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യം എനിക്കൊന്ന് മാതൃഭൂമി പത്രമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് മറ്റെല്ലാവരും ആ പ്രശ്നത്തിലേക്ക് വന്നത്. അപ്പോൾ വസ്തുത അവർ കൊണ്ടുവരുമ്പോൾ അതിനകത്തുള്ള അനൗചിത്യവും അധാർമികതയും നേരത്തെ പറഞ്ഞിരുന്ന ഘടകവിരുദ്ധമായ സമീപനവും അത് തുറന്നു കാണിക്കുക എന്ന ഉത്തരവാദിത്വം എല്ലാവരും സാധാരണഗതിയിൽ നിർവഹിക്കാറുണ്ട്. ഇവിടെ നാം കാണേണ്ട, അദ്ദേഹം ഇന്ന് രാവിലെ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കും, എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതാണോ കുഴപ്പം? രണ്ട് കാര്യമായിരിക്കും. ഒന്ന്, ഭക്ഷണമൊക്കെ ശാന്തമായി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നാടിലാകെ പ്രളയം വലിയ പ്രശ്നം, ടെറസിന്റെ മുകളിൽ കയറിയിരിക്കുന്നവർ അവർക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം മുഖ്യമന്ത്രി വളരെ ലാഘവത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുമൊന്നും ശരിയായിരിക്കില്ല എന്ന് കരുതി ആശ്വാസം നൽകാനായിരിക്കും. ഞാൻ കാണേണ്ട, അദ്ദേഹം വന്നിറങ്ങുമ്പോൾ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട്, കമ്മീഷണർ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. കോഴിക്കോട് കമ്മീഷണർ രണ്ട് സ്ഥലത്തും വളരെ എക്സ്ട്രീം ഹെവി റെയിൻസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ഗവൺമെന്റ് ഏജൻസികൾ. അത് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഇവിടെ, ഉദ്യോഗസ്ഥരിവിടെ ആ തെറ്റായ രീതി ഒരു നിരുത്തരവാദപരമാണ് എന്ന് തിരിച്ചറിയുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. അത് ഇപ്പോൾ ഇന്നാണല്ലോ അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചു, ഇനി വെർച്വലായി കൂടിയെന്നെങ്കിൽ അത് ജനങ്ങളോട് പറയണ്ടേ? അത് ഇന്നാണല്ലോ ആദ്യമായി അദ്ദേഹം അല്ല ഉന്നതതല യോഗങ്ങൾ ജനങ്ങളോട് പറയേണ്ടതല്ലെങ്കിൽ ഇന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് സൂചിപ്പിക്കാൻ. PMC വളരെ വ്യക്തമല്ല. PMCക്കകത്ത് നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു, ഒരു ഇഞ്ചും മുന്നോട്ട് പോയില്ല. 7 മാസം കഴിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. 7 മാസമായിട്ട് അവർ പിൻവാങ്ങില്ല, ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ അടുത്ത മാർച്ച് വരെ ഉള്ളൂ. അതുവരെ ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാനെങ്കിലുള്ള ഒരു ആർജവം കാണിക്കണ്ടേ? അവര് വേറെ നടത്തിപ്പുകാരെ മാറുമ്പോൾ BJP ടീമായി തന്നെ മാറുന്നു.